മുസ്ദലിഫ തീരുന്ന മിന തുടങ്ങുന്നതിനിടയിലുള്ള സ്ഥലം. അതാണ് അബ്രഹത്ത് രാജാവിന്റെ ആനപ്പട്ടാളക്കാരെ നശിപ്പിച്ച സ്ഥലം. ഇൻഷാ അല്ലാഹ് വലത് സൈഡിൽ നമുക്ക് ആ സ്ഥലം കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം ഇന്നും പ്രത്യേകമായി അടയാളം ചെയ്തിട്ടുണ്ട്. വാദി മുഹസ്സർ നോക്കുന്നത് വലത് സൈഡിലേക്ക് നോക്കി എത്തിയിട്ടില്ല. താണ്ടി ഇപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. മീന 1-ാം നമ്പർ സ്റ്റേഷനാണ് ഈ കാണാൻ. വലത് റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് ഇത് കഴിയുന്ന സ്ഥലത്ത് വലതുവശം മുസ്ദലിഫ തീർന്നു. കണ്ടോ മീന തുടങ്ങുന്നത് ഇത്രയും സ്ഥലം കണ്ടോ. വലതുവശം കണ്ടോ ടെന്റുകളില്ലാത്ത സ്ഥലം കണ്ടോ. ഇതാണ് ഏത് സ്ഥലം? ഏത് സ്ഥലം? വാദി മുഹസ്സർ. അബ്രഹത്ത് രാജാവിന്റെ ആനപ്പട്ടാളക്കാരെ നശിപ്പിച്ച സ്ഥലം. അപ്പൊ ഇനി ഇടത് സൈഡില് ചെറിയൊരു വഞ്ചിപ്പെട്ടി പോലൊരു സ്ഥലം കാണും. ആ മലയുടെ മുകളിലായിട്ട് ഒരു മധ്യഭാഗത്തായിട്ട് അവിടെയാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ അറക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം. ഒരു ചെറിയ ഹോളോട് കൂടിയുള്ള വഞ്ചിപ്പെട്ടി പോലത്തെ ഒരു സ്ഥലം. ഇടത് സൈഡിലോട്ട് നോക്കി ഇടത് സൈഡിലെ കുറച്ച് മുന്നിലോട്ട് ഉള്ള മലയുടെ മുകളിലേക്കുണ്ട്. കണ്ട ചെറിയ വഞ്ചിപ്പെട്ടി പോലെ ഇടത് സൈഡില് അല്പം മുന്നിലോട്ട് നോക്കാം. മുന്നിലോട്ട് ഒരു ബോർഡ് പോലെ കാണുന്നു. കണ്ടില്ലേ? ഇവിടെയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നുമോൻ ഇസ്മായിൽ അറക്കുമെന്ന് കിടത്തിയതായ സ്ഥലം. 11, 12, 13 3 രാത്രികളിൽ നഫർ അവലായി വിട്ടുപോകാത്ത ആളുകൾ രാപാർക്കണം ഹജ്ജിന്റെ വാജിബാത്തുകളിൽപ്പെട്ടതാണ്. ഇവിടെ ഇപ്പൊ പ്രത്യേക ടെന്റ് മാറുക, ബിൽഡിംഗ് സൗകര്യം ആ വലത് സൈഡിൽ കാണാം. കണ്ടോ ഈ വലത് സൈഡിൽ കാണുന്നുണ്ടോ? ടെന്റുകൾ മാറ്റിയിട്ട് ഇപ്പൊ ബിൽഡിംഗ് ഇപ്പൊ പുതിയ രീതിയിലുള്ള കട്ടിലും മെത്തയും ഒക്കെയുള്ള ബിൽഡിങ്ങുകൾ ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അതാണ് ഈ വലതുവശം കാണുന്നത്. മുന്നിലോട്ട് ചെല്ലുമ്പോ മിനയിലെ പള്ളി മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി നമുക്ക് ഇടത് സൈഡിലായി കുറച്ചും കൂടെ മുന്നിലോട്ട് ചെല്ലുമ്പോൾ കാണാൻ കഴിയും. അവിടെ ഇടത് സൈഡിൽ തന്നെയാണ് കുറച്ച് ദൂരത്തോട്ട് പാലങ്ങൾ പോലെ കാണുന്നതിനുള്ളിലാണ് ജംറാത്ത് അഥവാ ശൈത്താനെ കല്ലെറിയുന്ന സ്ഥലം. ഇപ്പോഴായതിലെ കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോ ഇടത് സൈഡിലോട്ട് നോക്കാം. പള്ളിയും കാണാം, പാലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിയും. ഇടത് സൈഡിൽ തന്നെ നോക്കിയിരിക്കും. ആയിട്ടില്ല, കുറച്ചുകൂടെ മുന്നിലോട്ട് പോകണം. ആ പള്ളി കാണുന്നുണ്ടോ? പള്ളി കണ്ടോ? ഇതാണ് മിനയിലെ പള്ളി മസ്ജിദുൽ ഖൈഫ്. കണ്ടില്ലേ? കണ്ടോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുടെ ഖബറിടം ഇവിടെയുണ്ട് എന്നും ചരിത്ര കിതാബുകളിൽ കാണാം. ഇടത് സൈഡിൽ കുറച്ച് ദൂരത്ത് പാലങ്ങൾ പോലെ കാണുന്നുണ്ടോ? അതിന്റെ മുകളിൽ ടെന്റ് കണ്ടോ? അതാണ് ശൈത്താനെ കല്ലെറിയുന്ന സ്ഥലം. ഇടത് സൈഡില് അതിനുള്ളിൽ സ്തൂപമുണ്ട്. ആ സ്തൂപത്തിലാണ് എറിയുന്നത്. അതൊക്കെ ഹജ്ജ് സമയത്ത് മാത്രമേ അതിന്റെ ഉള്ളിലൊക്കെ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. കണ്ടോ ഇടത് സൈഡില്? കണ്ടില്ലേ ശൈത്താനെ കല്ലെറിയുന്ന സ്ഥലം. ഇനി വലത് സൈഡിൽ നോക്കിക്കോളി. കണ്ടോ മിനയിലെ ടെന്റുകളാണ് കാണുന്നത്. ആ ടെന്റുകൾ പുറമെ ഇപ്പൊ കിദാര എന്ന് പറയുന്ന ബിൽഡിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. അതാണ്ട് ഈ കാണുന്ന റോഡ് ഇതാണ് സൂഖുൽ അറബ് റോഡ്. വലത് സൈഡിൽ ഈ റോഡിലാണ് 2015 ഹജ്ജിന് ഹാജിമാർ തിക്കും തിരക്കും ഉണ്ടായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഇടിച്ചിട്ട് 10,000-കണക്കിന് ഹാജിമാർ മരണപ്പെട്ടു. അതിന് നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം സ്വദേശിയായ കടക്കൽ സ്വദേശിയായ സുൽഫീഖർ നഈമി എന്ന പണ്ഡിത സുഹൃത്ത് ഇവിടെ റിയാദിൽ നിന്നും മറ്റുമൊക്കെ നമ്മളെ പോലെ ഹാജിമാരെ കൊണ്ടുവന്ന ഒരു പണ്ഡിത സഹോദരനാണ്. അള്ളാഹു
അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. എല്ലാ യാത്രകളിലും ഇവിടെ എത്തുമ്പോൾ ടെന്റുകൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ഇവിടെ എല്ലാം മിനയിലെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെ വേളകളിൽ നമുക്കിവിടെ എത്താനും ഇതിനുള്ളിൽ താമസിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആ ടെന്റ് നമുക്ക് അടുത്തതാ വലത് സൈഡിൽ കാണാൻ കഴിയും. ഇതിൽ എത്ര പേര് കൊള്ളുമെന്ന് നിങ്ങളൊന്ന് പറയും. കാരണം ടെന്റ് കണ്ടോ വലത് സൈഡിൽ കണ്ടോ? ഇതില് എത്ര പേരുള്ളൂ ഒരു ടെന്റില്? ചെറിയ ടെന്റാണെങ്കിൽ 80 പേര്, വലുതാണെങ്കിൽ 120. അതാണ് കണക്ക്. അപ്പൊ നമ്മള് ചാള അടുക്കുമല്ലോ മീൻപെട്ടിയില്, ഒരാൾക്ക് 1.25 അടി സ്പേസ്. 1.25 അടി എന്ന് പറയുമ്പോ നമ്മള് വെക്കുന്ന അത്രയേ ഉള്ളൂ. അങ്ങനെ കിടക്കണം. ഈ മിനയിൽ വന്നിട്ട് വിയർപ്പും മുഷിപ്പും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഉരുമ്മി ആ ദുർഗന്ധമുള്ളത് നമ്മുടെ സുഗന്ധമായി ആസ്വദിച്ച് ഈ മിനയിൽ കിടക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. 3 രാത്രിയില് അതിന്റെ പകലുകളിൽ ആണ് ജംറകളിൽ അഥവാ ശൈത്താനെ കല്ലെറിയാൻ വേണ്ടി പോകേണ്ടത്. അപ്പൊ ആ സമയത്തൊക്കെ ആരോഗ്യം വേണം. നമ്മളെ എല്ലാം കഴിഞ്ഞ് മക്കളെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഹജ്ജിന് വരാന്ന് പറഞ്ഞ് നിന്നാൽ അമലുകൾ വേണ്ടുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാതായി പോകും. അള്ളാഹു ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്തുകൾ നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഹജ്ജിനെത്തിച്ചേരാൻ ആ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മൾ പോകുന്നത് ത്വായിഫിലെ ഖർനുൽ മനാസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സെയ്ലുൽ കബീർ എന്ന് പേരുള്ള ഹജ്ജിന്റെയും ഉംറയുടെയും മീഖാത്തിലേക്കാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കുറച്ചു സമയം, ഒരു അരമണിക്കൂർ നേരത്തെ ഓട്ടോ ഉണ്ട്. അവിടെ ചെന്നാണ് നമ്മൾ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വയ്ക്കുന്നത്. കേട്ടില്ലല്ലോ? ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ നേരത്തെ ഓട്ടോ ഉണ്ട്. അവിടെയാണ് റിയാദ്, ദമാമ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവര്, അതുപോലെ GCC രാജ്യങ്ങൾ, UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് ഇങ്ങനെ തുടങ്ങിയുള്ള രാജ്യക്കാരും മുഴുവനും റോഡ് മാർഗം വരുമ്പോ അവരുടെ മീഖാത്ത് ത്വായിഫിലെ ഖർനുൽ മനാസിൽ മീഖാത്താണ്. അതുകൊണ്ട് വിശാലമായ വലിയ പള്ളിയും അതുപോലത്തെ ബാത്റൂം സംവിധാനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഒന്നുകൊടുത്ത് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും നിസ്കരിച്ച് നമുക്ക് നിയ്യത്ത് വെച്ച് തിരിച്ച് നമുക്ക് റൂമിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സിയാറത്തുകളും നമ്മളുടെ വരവുകളും എല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ. വലത് സൈഡിൽ കാണുന്നത് വെള്ളത്തിന്റെ വാട്ടർ ശേഖരിക്കപ്പെടുന്ന സ്ഥലമാണ്. അതാണ്ട് ഈ വലത് സൈഡിൽ ഓരോ കുറ്റി കുറ്റി പോലെ കാണുന്നുണ്ട, ശുദ്ധീകരിച്ച് സംഭരിക്കുന്ന സ്ഥലമാണ്. ഇതിനടിയിൽ മൊത്തം ടാങ്കാണ്. ഇല്ലേ മോനെ നസീമ? ടാങ്കല്ലിത് വെള്ളം വേണ്ട. വലത് സൈഡിൽ ഓരോ കുറ്റി കുറ്റി പോലെ കാണുന്നുണ്ട. ഇനി അപ്പുറത്തെ സൈഡില് ടാങ്കർ ലോറികളിൽ ഈ വെള്ളം പമ്പ് ചെയ്ത് നേരെ മക്കത്തേക്കും മറ്റുമൊക്കെ ടാങ്കർ ലോറികൾ രാത്രിയില് നിങ്ങൾ നമ്മുടെ റൂമിന്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ നീല ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നടിക്കും. അതാണ് നമ്മുടെയൊക്കെ ഹോട്ടലുകളില് നമ്മൾ ബാത്റൂമിലും മറ്റുമൊക്കെ വരുന്ന വെള്ളം. ഇവിടുത്തെ സൈനിക ആസ്ഥാന കേന്ദ്രമാണ്. സൗദി അറേബ്യയിലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ അറാംകോയുടെ ആസ്ഥാനമുണ്ട്.